ഈ ഒരു ചെറിയ ട്രിക്ക് ചേർത്താൽ മാത്രം മതി ചിക്കൻ കുറുമയുടെ രുചി കൂട്ടാൻ. വളരെ ക്രീമി ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടിയ അടിപൊളി ചിക്കൻ കുറുമയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ നമുക്ക് ബദാം പരിപ്പ് ചേർത്തിട്ട് നമുക്ക് അടിപൊളി ഒരു ക്രീമി ആയിട്ടുള്ള ഒരു കുറുമ ഉണ്ടാക്കാമല്ലോ. അതിനായി നമ്മളിവിടെ ഇരിക്കുന്നത് 50 ഗ്രാം ബദാമാണ്. അത് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണേ, എന്നാലേ തൊലി കളയാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബദാം പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോഴേക്കും നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർത്ത് കൊടുത്ത് ഒരു 2 ബേ ലീഫ്, 2 അല്ലെങ്കിൽ 1 കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കഷ്ണം പട്ട, 2 ഗ്രാം, അതൊക്കെ നന്നായി മൂത്ത് വന്നാൽ നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ഇഞ്ചി പൊടിയായി അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി വളരെ കുറച്ച് മതി. ഇഞ്ചിയാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. അതും നന്നായി മൂപ്പിച്ചെടുക്കണേ. ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇത് പൊറോട്ടൻ്റെയും ചപ്പാത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണേ. അങ്ങനെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ. അതും കൂടി നന്നായി ഒന്നിച്ചിട്ട് വഴറ്റി കൊടുക്കണേ. ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് കിട്ടും. കുറുമ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. എല്ലാം ഒന്നിച്ച് കുഴച്ചുണ്ടാക്കിയാൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടുകയും ചെയ്യില്ല, വല്ലാത്തൊരു മധുരം ഉണ്ടാവും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാം വഴറ്റി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരേ നേർമയോടുകൂടിയ ഉള്ളി ഇട്ടിട്ട് നേരിയ രീതിയിൽ തന്നെ ഇത് അരിഞ്ഞെടുക്കണം, എന്നാലേ പെട്ടെന്ന് കുക്കായി കിട്ടും. അങ്ങനെ ഉള്ളിയും നന്നായി വഴറ്റി വരട്ടെ. ഇടയ്ക്ക് നമ്മളൊരു പൂച്ചക്കുട്ടീൻ്റെ കരച്ചിൽ കേട്ടോ, അത് നമ്മൾ പോറ്റുന്നൊരു പൂച്ചയാണ്. എന്തുണ്ടാക്കിയാലും നമ്മൾ അതിനും കൂടി കൊടുക്കുവേ. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. പിന്നെ സാധനമാണെങ്കിൽ കൂടുതലൊന്നും വേണ്ട, എല്ലാം കുറേശ്ശായിട്ട് മതി. ഇത് നമ്മൾ 5-6 ആൾക്ക് കഴിക്കേണ്ട ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി വരട്ടെ. തക്കാളി ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ കാര്യമായി മസാലപ്പൊടികളൊന്നും കൂടുതലും ചേർക്കുന്നില്ല. അങ്ങനെ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. നമുക്കിത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഉള്ളി ചിക്കന് വേവ് കുറവാണല്ലോ, അപ്പോൾ നന്നായി ഉള്ളി ചുവപ്പ് നിറവുന്ന വരെ വഴറ്റിയെടുക്കണേ. അങ്ങനെ എല്ലാം അരച്ച അളവിൽ വഴറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ചെറിയ തീയിലാക്കിയിട്ട് ഒന്നുകൂടി മൂടി വെച്ച് നന്നായി വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബദാമിൻ്റെ തൊലി കളഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണേ. കട്ടിയോടുകൂടി തന്നെ അരക്കണം. ഇത് കട്ടിയോടുകൂടി ഒരു കുറുമയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് പോലെ ഉള്ള ടേസ്റ്റല്ല, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ബദാമൊക്കെ പെട്ടെന്ന് തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഈ ട്രിക്ക് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ നന്നായി പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടുമെന്ന്. ഇപ്പോൾ ഇങ്ങനെ കുറുമക്കറി വെക്കാനെല്ലാം വളരെ ഈസിയാണ്. അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നല്ല വണ്ണം കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് വെള്ളം ഒട്ടും ഉണ്ടായിട്ടില്ല, ഉള്ളിയിലുള്ള വെള്ളം മാത്രം മതിയാവും. അങ്ങനെ ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്ത മസാലപ്പൊടികൾ നമ്മൾ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. വറുത്ത് പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി വെന്ത് വരട്ടെ. വേറെ ഒരു പൊടികളും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ലേ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, അതിന് കളറ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വെള്ള കളറുള്ള കുറുമയാണ്. അങ്ങനെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നന്നായി വെന്ത് വരട്ടെ. അങ്ങനെ ഈ കറിയൊക്കെ കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി, അധികം ചെറിയ പീസൊന്നും ആക്കി കൊടുക്കണ്ട, ഒരു 4-5 പീസാക്കിയിട്ട് അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്താൽ മതി.
ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആവശ്യത്തിൻ്റെ പുളി കറിക്കുണ്ടാകും. വഴറ്റിക്കഴിഞ്ഞാൽ തക്കാളിൻ്റെ പുളിരസം ഇതിൽ മനസ്സിലാവില്ല. ഇനി നിങ്ങൾക്ക് പുളിൻ്റെ ആവശ്യമില്ലെങ്കിൽ തക്കാളി ചേർക്കാതെ ഇതുണ്ടാക്കാൻ പറ്റും. എല്ലാം പകുതി വേവായിട്ടുണ്ട്, ചിക്കനും തക്കാളിയും ഉള്ളിയെല്ലാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ബദാം അരച്ച് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മിക്സി കഴുകിയേരം കുറച്ച് നല്ല കട്ടിയുള്ള പാല് കിട്ടിയിട്ടുണ്ട്. അതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കണേ. ഇനി അടുത്ത മൂടി തുറക്കുമ്പോഴേക്കും എല്ലാം ഒന്ന് വെന്ത് കിട്ടണം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കഷ്ടപ്പാടാണ്. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ചിക്കൻ കുക്കറിലും വേവിച്ചെടുക്കാൻ പറ്റും. ഉള്ളിയും മസാലയൊക്കെ നന്നായി വഴറ്റിയാൽ മതി. പിന്നെ ഒറ്റൊരു വിസിൽ മതി, എന്നാൽ ചിക്കൻ അടിയാതെ കിട്ടും. ഞാനിത് അടിയാതെ ചിക്കൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇതിന് നിർബന്ധമായി ചേർക്കേണ്ടതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റിന് കാരണം. എല്ലാം നന്നായി വെന്ത് വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതി. വീണ്ടും എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്ത് പെപ്പറിൻ്റെയും മല്ലിയിലയുടെയും എല്ലാം ഒരു പച്ച മണം മാറുന്നത് വരെ മാത്രം ഒന്ന് ചെറുതായി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണേ ചെറിയ തീയിൽ. പിന്നീടാണ് നമ്മളിതാ ക്രീമിയായിട്ടുള്ള ബദാം പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ബദാം പേസ്റ്റും കൂടി ഒഴിച്ച് കൊടുത്തേരം നമ്മളെ ക്രീമി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കുറുമ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അങ്ങനെ എല്ലാം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. പിന്നെ നിങ്ങളെ കയ്യിൽ മല്ലിയില ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് അതിൻ്റെ മീതെ ഇറക്കിക്കൊടുത്താൽ മതിയേ. ഒരു ഭംഗിയൊക്കെ വേണ്ടേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നന്നായി വെട്ടി അതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മളെന്തായാലും അതൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. വിരുന്ന് പറയില്ല, നിങ്ങൾക്ക് നെട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളെ ചിക്കൻ കുറുമ എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നുണ്ട്. ടാറ്റാ, ബൈ ബൈ.